Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Okay. So, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് നോർമലൈസേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഡീവിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? രാവിലെ ജിഷാമിസിന്റെ ക്ലാസ് പ്രതീക്ഷിച്ചു വന്നതല്ലേ? ചെറിയൊരു എമർജൻസി, അതുകൊണ്ടാണ് എല്ലാ ക്ലാസ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? മിസ് ഞാൻ ചെയ്യാം. ഓക്കേടാ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമേടയും പൂവണി മാടവും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാക്കിനായി നാവിൻ്റെ തുമ്പിലും, നല്ല ചേതിയായി എൻ പിഞ്ചു കയ്യിലും, നന്മയായി നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ആൾ. Good afternoon, all. So, നമ്മള് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. സൈലന്റും തൊട്ടൊന്നും ഇല്ലാലോ? ഉണ്ടോ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോ നമ്മള് ഡീവിയേഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഡീവിയേഷൻ എന്ന് പറയുന്നത് a behavior commonly seen in children that is the result of some obstacles to normal development. കുട്ടികളുടെ നോർമൽ ഡെവലപ്മെന്റിൽ കാണുന്ന തടസ്സങ്ങളെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ആ നോർമൽ ബിഹേവിയറിൽ നമ്മൾ കാണുന്ന തടസ്സങ്ങൾ. സച്ച് ബിഹേവിയർ മേ ബി കോമൺലി അണ്ടർസ്റ്റാൻഡ് ആസ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് തോന്നും. ചില ബിഹേവിയർ നമുക്ക് കാണുമ്പോൾ നെഗറ്റീവ് ബിഹേവിയർ ആണ്. നമ്മൾ വിചാരിക്കും ഈ കുട്ടി ഇത്തിരി എന്താണ് കുറുമ്പനാണ്, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് ഭയങ്കരമായിട്ട് വികൃതിയാണ് നമ്മൾ വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു കുട്ടികളും എന്തല്ല അവരുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ അല്ല എന്ത് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അവരുടെ ലൈഫിൽ അവർ എന്തെങ്കിലും തടസ്സങ്ങളോ ഒബ്സ്റ്റക്കിൾസോ പ്രസിഷനോ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷനോ ഫേസ് ചെയ്യുമ്പോൾ അവരതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ മുതിർന്ന വ്യക്തികൾക്കാണെങ്കിലും ഡീവിയേഷൻസ് സംഭവിക്കുന്നുണ്ട്, നമുക്കായാലും സംഭവിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളിൽ ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ അവരുടെ നോർമൽ ഡെവലപ്മെന്റിനെ അത് നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഡീവിയേഷൻസ് സംഭവിക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ഡിപ്രഷൻ പോലുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ചിലപ്പോ നമ്മളിലെ പലവരും ഈ ഡിപ്രഷൻ ഒക്കെ പറയുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോയവരായിരിക്കാം. ഇൻക്ലൂഡിങ് മീ, ഞാനും തുറന്ന് തന്നെ പറയാം, ഡിപ്രഷൻ എന്ന് പറയുന്ന സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പോ ആ സമയത്ത് നമ്മളുടെ തോട്ട്സും നമ്മളുടെ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരു അബ്നോർമൽ രീതിയിലായിരുന്നു. ഓക്കെ, അപ്പൊ ആ നോർമൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണോ നമ്മളുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ? അല്ലല്ലോ. നമ്മുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ അല്ല ഡീവിയേഷൻ സമയത്ത് അല്ലെങ്കിൽ ഡിപ്രഷൻ സമയത്ത് നമ്മൾ പ്രകടിപ്പിക്കും. അത് ഒരിക്കലും നമ്മൾ അങ്ങനെ ആയിരിക്കില്ല.
പേജ് നമ്പർ 114 114. അപ്പൊ നമ്മള് പ്രതീക്ഷിക്കാതെ വരുന്ന നമ്മുടെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡീവിയേഷൻ ആയിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ ഡീവിയേഷൻ കുട്ടികളിൽ സംഭവിക്കുന്നത് ഈ പറയുന്ന ഒരു ടൈം പീരീഡിലാണ്. 1 to 6 ഇയേഴ്സിനുള്ളിൽ കുട്ടികളിൽ ഡീവിയേഷൻസ് സംഭവിക്കുന്നത്. അവർക്ക് എങ്ങനെ സംഭവിക്കുന്നത്? അവർ ആഗ്രഹിക്കുന്ന കെയർ, അഫെക്ഷൻ, അതേപോലെയുള്ള ഇമോഷൻസ്, അവരിപ്പോ അഫെക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്, വാത്സല്യം. പാരന്റ്സ് വളരെ ബിസിയാണ്, പാരന്റ്സിന്റെ അടുത്താണ് കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പാരന്റ്സിന്റെ കെയറും അഫെക്ഷനും ഉണ്ടാകുമ്പോൾ കിട്ടാതെ വളർന്നു വരുമ്പോൾ അവരിൽ ഡീവിയേഷൻസ് കോമൺ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വർക്കിംഗ് ആയിട്ടുള്ള പാരന്റ്സിനോട് നമ്മള് പാരന്റ്സിന്റെ അടുത്ത് ആക്കി പോകുമ്പോൾ നമ്മൾ കുറച്ച് ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. എല്ലാവർക്കും അതെ, ചിലപ്പോൾ സാറ്റർഡേ സൺഡേ മാത്രമായിരിക്കും കിട്ടുന്നത്. ആ ഒരു ടൈമിൽ ഒരു 2 hours എൻറ്റയർലി, പ്രത്യേകിച്ച് നമ്മളുടെ മുതിർന്നവരുടെ ഡീവിയേഷൻ ആയിട്ടുള്ള മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് ആ ഒരു 2 hours നമ്മൾ കുട്ടികളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നെക്സ്റ്റ് വീക്കിലേക്ക് അവരുടെ മൈൻഡിൽ നമ്മൾ അവരോടൊപ്പം സ്പെൻഡ് ചെയ്ത ടൈമും അവർ പാർക്കിൽ പോയതും അല്ലെങ്കിൽ ബീച്ചിൽ പോയതും അവരൊപ്പം കളിച്ച കാര്യങ്ങളൊക്കെ അവരുടെ ഓർമ്മയിലുണ്ടാവും. അവർക്ക് നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ നമ്മൾ വീണ്ടും എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകും. അപ്പൊ അവരായിട്ട് നമുക്ക് നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ കുട്ടികളുടെ ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും, നല്ല രീതിയിൽ കാര്യങ്ങളിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി പെട്ടെന്ന് സൈലന്റ് ആവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം അവനെന്തോ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന കുട്ടിയാണ്, പെട്ടെന്നാണ് അവൻ ഈ ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിക്ക് എന്താണ് ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് ഡീവിയേഷനിലേക്ക് നോക്കാം. A deviation is a mark in character that will occurs in a child during the formative years. നമ്മുടെ ആദ്യം ആ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സിൽ കുട്ടികളിൽ വരുന്ന ഒരു ക്യാരക്ടർ ആണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. 1 to 6 years because of obstacles or repression, obsession or is natural development. അവരുടെ നാച്ചുറൽ ഡെവലപ്മെന്റ് അവർ ഫേസ് ചെയ്യുന്ന തടസ്സങ്ങൾ കാരണമാണ് ഈ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ശരിക്കും പറഞ്ഞാല് ഒരു 7 years വരെ ഗോൾഡൻ ഇയേഴ്സ് എന്ന് നമ്മൾ പറയും. നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് 0 to 7 years എന്ന് പറയുന്നത്. പാരന്റ്സിനും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ഇത് 0 to 7 years എന്ന് പറയുന്നത്. ആ ടൈമിൽ നമ്മൾ അവരായിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫിലോ ആ ഒരു ബോണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. Deviation occurs when the child has they act to but his moments are restricted. അപ്പൊ ഡീവിയേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? അവനത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അവന്റെ മൂവ്മെന്റ്സ് അവിടെ തടസ്സത്തിലാണ്, റെസ്ട്രിക്റ്റഡ് ആണ്. When he got the interest but is necessity met. അവൻ ആ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അവരത് ചെയ്യണം, അത്രയും ഇത് വരുന്നതാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഈ ഇടയ്ക്ക് ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ലോഹ എന്ന് പറയുന്നത്. ആരെങ്കിലും കണ്ടോ? ലോഹ എന്ന് പറയുന്ന ഒരു ഫിലിം കണ്ടോ? രണ്ടൊന്ന് പേര് കണ്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണാട്ടോ, നല്ലൊരു സിനിമയാണ്, ചിരിക്കാനൊക്കെ ഉണ്ട്. അപ്പോ അതില് ഞാൻ ക്യാരക്ടർ പറയാം. ചന്തു സലിംകുമാർ അവതരിപ്പിച്ചൊരു ക്യാരക്ടർ അറിയോ? സലിംകുമാറിന്റെ മോൻ അവതരിപ്പിച്ചൊരു ക്യാരക്ടർ. അതില് ഒരു സീനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതില് അവൻ TV കണ്ടോണ്ടിരിക്കുകയാണ്, ന്യൂസ് ചാനൽ എന്തോ കണ്ടോണ്ടിരിക്കുകയാണ്. കൂട്ടുകാരൻ വന്നിട്ട് പറയാണ്, നീ എന്തോ ചാനൽ കാണണേ, അതൊന്നും മാറ്റിക്കൂടെ? അപ്പൊ അവൻ പറയാണ് റിമോട്ട് കാണാനില്ല എന്ന് പറയാണ്. അപ്പൊ റിമോട്ട് എടുക്കാനായിട്ട് പോവാനായിട്ട് പറ്റുന്നില്ല. അവന്റെ മൂവ്മെന്റ്സ് അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. സോ അതൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്, റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു ഫോൺ, ആ ഒരു റിമോട്ട് എടുത്ത് ചാനല് മാറ്റാൻ പറ്റുന്നില്ല, ഡോറൊന്നും ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊന്നും അവർ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവൻ ഡീവിയേറ്റ് ആയതുകൊണ്ടാണ് അവരൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഇനിയിപ്പ സിനിമയൊക്കെ വിട്, നമുക്കുള്ള ഡീവിയേഷൻ. ഓക്കെ, ജസ്റ്റ് ഈ എക്സാം ഒക്കെ എടുക്കുന്ന സമയത്ത് പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് നല്ല കോൺഫിഡൻസോടുകൂടി ബുക്കൊക്കെ നിവർത്തി ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴായിരിക്കും ഫോണിൽ പെട്ടെന്ന് ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് റീഡ് ചെയ്യുന്നു,
മെസ്സേജ് റീഡ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസുകൾ കാണുന്നു, അത് കഴിഞ്ഞ് ഇൻസ്റ്റയിൽ പോകുന്നു, റീൽസ് കാണുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പഠിക്കില്ലായിരുന്നു, ഞാൻ എങ്ങനെയാ ഫോണിന്റെ ഉള്ളിലേക്ക് വന്നത്? നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? ഇൻക്ലൂഡിങ് മീ. ഞാനും അതേപോലെ തന്നെയാണ് ഫോൺ റീൽസ് ഒക്കെ കാണാറൊക്കെ ഉണ്ട്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ ആലോചിക്കും, ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഞാൻ എന്തോ ചെയ്തോണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നങ്ങനെ ചിന്തിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഡീവിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഡീവിയേഷൻ സംഭവിച്ചത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഡീവിയേഷൻ സംഭവിക്കുന്നപ്പോഴാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതാണ്. മൊബൈൽ ഫോൺ അങ്ങനെ മാറ്റി വെച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പണ്ട് നമ്മൾ ഗാർഡനിങ് ഒക്കെ ചെയ്യല്ലേ? എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഞാൻ നന്നായിട്ട് ഗാർഡനിങ് കൂടുതൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് മടിയാ. ഒരു 10 മിനിറ്റ് വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ വായിക്കുകയാണ് കേട്ടോ, റീഡിംഗ് ആണ് മെയിൻ ആയിട്ട്. പക്ഷെ ബുക്സ് എന്നപ്പോ എനിക്ക് തോന്നി ഞാനിപ്പോ ഫോണിലാണ് കൂടുതൽ ബുക്സ് റീഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാനിപ്പോ കുറച്ച് ഫോണിന് മാറ്റിയിട്ട് ബുക്സ് റീഡ് ചെയ്യുന്നുണ്ട്. ബുക്സ് സെലക്റ്റീവ് ആയിട്ടുള്ള ബുക്സ് റീഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമാണ് റീഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഫോണിന്റെ റീഡിങ് കുറച്ചിട്ട് ബുക്സ് റീഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗാർഡനിങ് ചെയ്യാം. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ മൈൻഡിനെ ഇവിടെ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഡീവിയേഷൻ കുറയും. ഇപ്പോ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് എവിടെയെങ്കിലും ഡീവിയേറ്റ് ആയി പോയവരുണ്ടോ? ജസ്റ്റ് ചുമ്മാ പെട്ടെന്ന് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാകും? ആരുമില്ല. ഉണ്ടാവാറുണ്ട്. ഉണ്ടാവാറില്ല. ഓക്കെ, ഞാൻ ഈ കാര്യം പറഞ്ഞോണ്ടിരിക്കാം. ഇടയ്ക്ക് നമുക്ക് പെട്ടെന്ന് നമ്മൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്നായിരിക്കും നമ്മൾ വേറെ എവിടെയെങ്കിലും നമ്മുടെ മൈൻഡ് സഞ്ചരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചു പോകും. ചിലപ്പോ എന്റെ ക്ലാസ് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ചത് പോവാം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പണ്ടില്ലേ, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് സോഷ്യൽ സയൻസ് നമ്മൾ സബ്ജക്ട് ഉണ്ട്. അതെനിക്ക് ജോഗ്രഫി വളരെ ഇഷ്ടമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് മോർണിംഗ് സെഷനാണ് വരാറ്. പക്ഷെ ഹിസ്റ്ററി വരുന്നത് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഹിസ്റ്ററി വരുന്നത്. ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ ഞാൻ കാണാത്ത സ്വപ്നങ്ങളില്ല. ഡീവിയേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഡീവിയേഷൻ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടമാണ് എല്ലാവർക്കും ഹിസ്റ്ററി. പക്ഷെ എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് സോഷ്യൽ സയൻസ്. ഞാൻ ഹിസ്റ്ററിയിൽ ഇരുന്ന് സ്വപ്നം കാണെങ്കിലും വീട്ടിൽ പോയിരുന്ന കുട്ടിയൊന്നും പഠിക്കുന്നില്ല. കാരണം ഞാൻ ആലോചിച്ച് സ്വപ്നം കാണു കയറി ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ മാത്സ് ക്ലാസ് ഒക്കെ നമ്മൾ കുറച്ച് ആക്റ്റീവാണ്, കാരണം നമ്മളത് ചെയ്യണമല്ലേ പ്രോബ്ലം. സോഷ്യലിന്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, സോഷ്യലിന്റെ ക്ലാസ്സിൽ ജസ്റ്റ് നമ്മൾ ആ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാത്സ് ക്ലാസ്സിൽ ആരും ഡീവിയേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ചിന്തിച്ച് സ്വപ്ന ലോകത്തോട്ട് പോകാറുണ്ടോ മാത്സ് ഒക്കെ എടുക്കുന്ന സമയത്ത്? ഇല്ലാലോ. ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്താണോ, മാത്സിന്റെ സമയത്ത് നമ്മൾ എന്തായാലും കണക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യുന്നു, കൂട്ടുന്നു, കുറയ്ക്കുന്നു, നമ്മളെ ഹാൻഡ് മൂവ്മെന്റ്സ് അവിടെ പോസിബിൾ ആണ്. സോ നമുക്ക് ആ സമയത്ത് എന്താണ്, ഡീവിയേഷൻ കുറവായിരിക്കും. മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഡീവിയേഷൻ കുറവായിരിക്കും. മൂവ്മെന്റ്സ് കുറവാണെങ്കിൽ ഡീവിയേഷൻസ് കൂടുതലായിരിക്കും. സോഷ്യൽ സയൻസിന്റെ സമയം വെച്ചാൽ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. ജസ്റ്റ് ഓർക്കം വന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കഥകളിൽ ആലോചിച്ച് പോയിട്ട് ഇങ്ങനെ ഇരിക്കും. ഭയങ്കരമായിട്ട് ഡീവിയേഷൻ സംഭവിക്കും. കാരണം അവിടെ നമുക്ക് മൂവ്മെന്റ്സ് പോസിബിൾ അല്ല. പക്ഷെ കമ്പയർ ടു മാത്സ് ക്ലാസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മാത്സ് ക്ലാസ്സിൽ നമുക്ക് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് നിമിഷം പോലും മിസ് തരാറില്ല. പ്രോബ്ലം പ്രോബ്ലം പ്രോബ്ലം. ഇപ്പൊ ഞാൻ സാധാരണ പ്രോബ്ലം ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്ന ഒരാളാണ്. കാരണം എന്റെ വർക്ക് എങ്ങനെയാ സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം ഫ്രീ ആയിട്ടിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്താണ്, അപ്പൊ മിസ് പറയും, അത് പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്തു, ഇല്ലസ്ട്രേഷൻ ആയിരിക്കും ചെയ്തിരിക്കണം, ജസ്റ്റ് പ്രാക്ടിക്കൽ പ്രോബ്ലം. അത് കണ്ടിന്യൂസ് ആണ്. കാരണം ഞാനായിരിക്കും ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യണം. കാരണം വേഗം ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ കൂടുതൽ പ്രോബ്ലംസ് വരും. നെക്സ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ നമുക്ക് ഡീവിയേഷൻസ് ഉണ്ടാകാറില്ല. ഇങ്ങനെ വരയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനോ ആ സമയത്ത് നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടിയുടെ ലേണിംഗ് അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂള്, ഒരു വെപ്പൺ ടു ഡിസ്കവർ ദ ഹോൾ വേൾഡ് ഏതാണ്? അതിന്റെ ഹാൻഡാണ്. ഹാൻഡിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്നത്. ടച്ച് ചെയ്ത് നോക്കുന്നത്. ഇതൊന്ന് ആലോചിച്ചിട്ട് ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ അവര് മുമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കും. അത് ടച്ച് ചെയ്ത് അവർ അത് കയ്യിലെടുക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ ബൈറ്റ് ചെയ്യുന്നത്, വായിലിടുന്നത്.
നമ്മൾ പറയും കുഞ്ഞു പിള്ളേരെ എന്ത് കിട്ടിയാലും വായലിടാം. ശരിക്കും അവരത് എക്സ്പ്ലോർ ചെയ്യണത് എന്താണെന്ന് അറിഞ്ഞൂടല്ലോ. ആ ഒരു എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ടാണ് അവരത് പിക്ക് ചെയ്യുന്നു, ടച്ച് ചെയ്ത് നോക്കുന്നു, സെൻസ് ചെയ്യാണ്. ടച്ച് ചെയ്ത് നോക്കാന്ന് വെച്ചാൽ സെൻസ് ചെയ്യുന്നു. then അവരെന്ത് ചെയ്യുന്നു, അത് ബൈറ്റ് ചെയ്തൊക്കെ നോക്കും. അത് അവർക്ക് ആ കാര്യം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ്. ഇനി deviation occurs when the child has the will to act but his movements are restricted. Deviation എപ്പോഴാണ് സംഭവിക്കുന്നത്? അവന്റെ മൂവ്മെന്റ്സ് റെസ്ട്രിക്റ്റ് ആവുന്ന സമയത്താണ് അവന്റെ deviation സംഭവിക്കുന്നത്. When he got the interest but his necessity met. അവൻ ആ കാര്യം ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, പക്ഷെ അവരവിടെ ആ ഒരു സ്ഥലത്ത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കോവിഡ് കഴിഞ്ഞപ്പോ കുട്ടികളില് ഈ ഡീവിയേഷൻ വളരെ കൂടുതലാണ്. ആ സമയത്ത് നമ്മള് കുഞ്ഞി ഒരുപാട് ടീച്ചേഴ്സ് നമ്മളോട് ഷെയർ ചെയ്ത കാര്യമാണ്. കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പണ്ടത്തെ പോലെ അല്ല, അവർ കുറച്ചും കൂടി ഡീവിയേറ്റാണ് പറയുന്നത്, ശ്രദ്ധിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. കാരണം സാധാരണ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡിന് മുമ്പൊക്കെ നല്ല ആക്റ്റീവായിട്ട് സ്പോർട്സ് കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്തിരുന്ന കുട്ടികളാണ്. പക്ഷെ കോവിഡ് ആയപ്പോഴേക്കും വലിയൊരു എന്താ പറയാ, നമുക്ക് ലോക്ക്ഡൌൺ വന്നു, കുട്ടികൾക്കും ലോക്ക്ഡൌൺ ആയപ്പോൾ അവർക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, അവർക്ക് എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ മൂവ്മെന്റ്സ് റെസ്ട്രിക്റ്റഡ് ആയി. സോ അവരുടെ ആ ഡീവിയേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡീവിയേഷൻ എപ്പോഴാണ് പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കുമോ? മുതിർന്ന ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ഇടയ്ക്കിടക്ക് മാറുമോ? ഓക്കെ, സാധാരണ ഇല്ല. ചിലർക്ക് ദൃഢമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഇപ്പൊ ഇംഗ്ലീഷിൽ എനിക്കറിയാവുന്ന കുറച്ച് പാരന്റ്സിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടായി പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. പേഴ്സണൽ കുട്ടിയെ ഫാമിലിയെ നമുക്കറിയാം. അപ്പൊ അഡൽട്ടിന്റെ ഇൻട്രസ്റ്റ് ഇപ്പോൾ ഓൾട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് എല്ലാ പാരന്റ്സും കുട്ടികളുടെ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. നമ്മള് പുതിയൊരു കോഴ്സ് എടുക്കാനായാലും അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാനായാലും എന്തായാലും എല്ലാ പാരന്റ്സും ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യുന്നില്ല. അത് പാരന്റ്സിന്റെ ഇൻട്രസ്റ്റ് ആണ്, പിന്നെ കുട്ടികൾ അത് ഫോളോ ചെയ്യണം. ഇപ്പൊ എല്ലാ പാരന്റ്സ് എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പാരന്റ്സും ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എന്റെ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് പഠിച്ചു എന്ന് പറയും. ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ്, ബികോം, എംകോം. അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നപ്പോ വീട്ടിൽ എന്നെ ചോദിച്ചു എനിക്ക് അത് അത്യാവശ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ അവർക്കൊരു അവരുടെ വിചാരിച്ചത് ഞാൻ ചിലപ്പോ നല്ല രീതിയിൽ ഒരു അക്കൗണ്ടന്റ് ആ ഒരു രീതിയൊക്കെ ആയിരിക്കും മാറാന്ന് വിചാരിച്ചു. പക്ഷെ ടീച്ചിങ് ആണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ഫാമിലിയില്ല, പ്രത്യേകിച്ച് എന്റെ അച്ഛൻ അതിന് സപ്പോർട്ടാ ചെയ്തു. നിനക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് നീ ചെയ്തോ, നിനക്ക് എന്താണോ ഹാപ്പിനെസ് കിട്ടുന്നത് അത് ചെയ്തോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി നമുക്കൊരു എന്താ പറയാ കിട്ടുന്ന ഇൻകത്തിനെ സംബന്ധിച്ച് വളരെ കുറവായിരിക്കും. ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇൻകം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഇൻകം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു കാര്യം ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കുട്ടികളെ വളരെ എന്താ പറയുക, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഹാപ്പി ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്, നമുക്ക് എൻജോയ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, 1 ഇയർ കോഴ്സ് കഴിഞ്ഞിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തു. വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രഷറാണ്. നമ്മൾ ഇങ്ങനെ വിചാരിക്കേണ്ട പോലെയല്ല, എല്ലാ ജോബിനും ഉണ്ട്, ടീച്ചിങ്ങിനും ഉണ്ട് അതിൻ്റെതായ പ്രഷർ. പക്ഷെ ആ ഒരു ഫീൽഡ് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രഷർ സ്ട്രെസ്സാണ് നമുക്ക് തരുന്നത്. സോ എനിക്ക് ഹാപ്പി ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുമ്പോൾ. അൺസാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൂടുതലായിരിക്കും. നമുക്ക് ടോപ്പിൽ നിന്ന് സുപ്പീരിയറിൽ നിന്ന് വഴക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അതിൽ നിന്ന് നൈസായിട്ട് കുറച്ച് നാൾ ക്വിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നാള് അപ്പോഴാണ് മാരേജ് ഒക്കെ വന്നത്. മാരേജ് കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുണ്ടായി. ശരിക്കും പറഞ്ഞാൽ KG സെഷൻ ആയിരുന്നു. LKG UKG പഠിക്കുന്ന 2 സിസ്റ്റേഴ്സ്, ഒരു സിസ്റ്റർ ഒരു ബ്രദറിനെ എടുത്ത് പഠിപ്പിക്കുന്നത്. അവർ വളരെ വീക്കായിരുന്നു, അവർക്ക് അക്ഷരങ്ങളൊന്നും അറിഞ്ഞൂടാ. അപ്പൊ ബേസ് മുതൽ എനിക്ക് പഠിപ്പിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ അവര് പഠിക്കുമ്പോ ആ കുട്ടികളിൽ ആദ്യം ടൈമില് മാർക്ക് സ്കോർ ചെയ്തേക്കാൾ കൂടുതൽ നെക്സ്റ്റ് ടൈമിൽ സ്കോർ ചെയ്തോളൂ. അവരുടെ പാരന്റ്സ് വന്ന് പറയാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതിൽ മാറ്റമുണ്ട്, അപ്പൊ ഇവർക്ക് ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മളോട് വന്ന് പറയുന്നത് എനിക്കൊരു ഹാപ്പിനെസ്. പണ്ട് നമ്മൾ പഠിച്ച മാർക്ക് വാങ്ങിച്ച അതേപോലെ ഒരു ഹാപ്പിനെസ് കാര്യങ്ങളും നമുക്ക് കിട്ടുന്നു. പിന്നീട് എന്താണ്
ഇനിയിപ്പോ എനിക്ക് ഇഷ്ടം തോന്നുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് നമുക്ക് പേഴ്സണൽ ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി. പതുക്കെ പതുക്കെ ഞാൻ ആ ഒരു ഫീൽഡിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മളെ ടീച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് കാരണമായത്. ഒരിക്കൽ നല്ല അഭിമാനത്തോടു കൂടി പറയാം, ആ 2 കുട്ടികൾ ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ LKG-യില്, അവരിന്ന് 9th-ലോ 10th-ലോ പഠിക്കുന്ന കുട്ടികളാണ്. അത്രയും വലുതായവര്. സോ അപ്പോ അത്രയും വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 9th 10th-ലാണ് അവര്. ഇപ്പൊ കണ്ടാലും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. നല്ലൊരു കമ്പനി, നല്ല ബോണ്ടാണ് അവരായിട്ടുള്ളത്. അവരിന്ന് ആ 2 കുട്ടികളെ പഠിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ടീച്ചിങ് ഇത്രയും ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരിക്കുമെന്ന് പ്രൊഫഷൻ ആണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. നമ്മുടെ പാഷൻ നമ്മളെ കണ്ടെത്താനായിട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഡീവിയേഷൻസ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. നമുക്ക് പാഷൻ തന്നെ നമ്മുടെ പ്രൊഫഷനായിട്ട് കിട്ടുകയാണെങ്കിൽ ഡീവിയേഷൻസ് കുറവായിരിക്കും. നമുക്ക് ഹാപ്പി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചിങ് എന്ന് പറയുന്ന പാഷൻ തന്നെയാണ് പ്രൊഫഷനായിട്ട് കിട്ടുന്നതെങ്കിൽ ഞാനിപ്പോ എൻജോയ് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോ പറയുമ്പോ ചിലപ്പോൾ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോ കുട്ടികള്? പോയി കഴിഞ്ഞു, ഇന്നലെ തീർന്നു മാം. ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ മോനെ ഹാപ്പിനെസ് കിട്ടിയോ? ചില നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഉണ്ട് ഉണ്ട്, നല്ല നല്ല സന്തോഷമായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷെ കഷ്ടപ്പെട്ട ചെയ്യുന്നതെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അഡൽറ്റിന്റെ ഇൻട്രസ്റ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അങ്ങനെ മാറില്ല. നമ്മൾ എപ്പോഴും എന്താ ചെയ്യാറ്? അഡൽറ്റിന്റെ പേഴ്സണാലിറ്റി കുട്ടിയിലേക്ക് ഇമ്പോസ് ചെയ്യാനാണ് ശ്രമിക്കാറ്. ഞാൻ പറഞ്ഞൊരു കുട്ടിയുടെ കേസിൽ ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് കരാട്ടെ പഠിക്കുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ആ സമയത്ത് കുട്ടീനെ കൊണ്ടുപോയി ഈ അമ്മ എന്തിനു ചേർത്തു? ഡാൻസ് ക്ലാസ്സിൽ ചേർത്തു. ഡാൻസ് ക്ലാസ്സിൽ പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 year വരെ ക്ലാസിക്കൽ ഡാൻസിൽ പോയി. ആൾ നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഏതൊരു സ്റ്റേജിൽ എത്തിയപ്പോ അവർക്ക് ആ ഒരു അമ്മയ്ക്ക് വേണ്ടി അത്രയും നാൾ പോയി. പക്ഷെ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർക്ക് പറ്റാതെ വന്നു. സോ നമ്മളുടെ കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവർക്ക് എന്താണോ ഇഷ്ടം എന്നറിഞ്ഞ് നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരിക്കലും നമ്മളുടെ പേഴ്സണാലിറ്റി കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ അടിച്ചമർത്താനായിട്ട് ഇമ്പോസ് ചെയ്യാനായിട്ട് പാടില്ല. The will of the adult is alterated. This is when the parent do not allow the child to improve his own personality. അപ്പോൾ എപ്പോഴും പാരന്റ്സ് എന്താണ് കുട്ടിയുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അലൗ ചെയ്യാനില്ല. നിങ്ങൾ ഈ മോണ്ടിസോറി കോഴ്സ് എടുത്തതിന് ശേഷം കുട്ടികളെ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ട് സ്വയം ചെയ്യിക്കാനായിട്ട് ചെയ്യാറുണ്ട്. അവര് സ്വയം ചെയ്യേണ്ട ഒറ്റയ്ക്ക് ഓരോന്ന് ചെയ്ത് അവർ എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മോളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്വയം ചെയ്യിപ്പിക്കുമ്പോ ആദ്യം ഒരു 2.5 years മുതലിട്ടാ നിങ്ങൾ വിചാരിക്കരുത് ചൈൽഡ് ലേബർ നിന്നും ചെറിയ കാര്യങ്ങൾ മാത്രം മോളെ കൊണ്ട് ചെയ്യിക്കരുത്. ജസ്റ്റ് ഗ്ലാസ് അവിടെ ടേബിളിൽ അവള് വിളിക്കും എന്തെങ്കിലും കഴിച്ചിട്ടുള്ള ഗ്ലാസ് ഒന്ന് സിംഗിൾ കൊണ്ടുവന്ന് കഴിക്കാനായിട്ട്. അതേപോലെ ഇപ്പൊ വെള്ളം കുടിക്കുന്നതാണെങ്കിൽ നമ്മ പറയും ചെറുപ്പത്തിൽ 2 years മുതൽ 2 years ഞാൻ ട്രൈ ചെയ്യിക്കുന്നതാ, 2 years മുമ്പ് മുതൽ ട്രൈ ചെയ്യുന്നതാ. സാധാരണ വീട്ടിലെ ഹസ്ബൻഡ് നമ്മ പറയും സ്റ്റീലിന്റെ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുക, അതായിരിക്കും നല്ലത്. അപ്പൊ ഞാൻ പറയും അത് കുഴപ്പമില്ല, കുപ്പി ഗ്ലാസ്സിൽ തന്നെ ഞാൻ വെള്ളം കൊടുത്തു. അവളത് അത്രയും കെയറോട് കൂടി വെള്ളം കുടിക്കുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. കാരണം നമ്മൾ ഓരോ സ്റ്റേജസിലൂടെയും അവർ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ശ്രമിക്കണം. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മൂവ്മെന്റ്സ് അവരെ റെസ്ട്രിക്ട് ചെയ്യാണ്, അവരുടെ മൂവ്മെന്റ്സ് അവരെയാണ് റെസ്ട്രിക്ട് ചെയ്യാണ്, അവർ ഡീവിയേഷൻ കാരണമാകും. കുട്ടികളെ ഇൻഡിവിജ്വലി ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് അവരോരോ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം നമ്മൾ ചെയ്തു കൊടുക്കാം. നമ്മള് സ്കൂളിൽ പോയി തുടങ്ങിയ സമയത്തില്ലേ ആള് ബട്ടൻസ് അവർക്ക് അത്രയും നാള് നമ്മൾ സാധാരണ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വിയർ ചെയ്തത്, അവൾ ബനിയൻ പോലത്തെ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരുന്നത്. അപ്പോ കുഴപ്പമില്ലായിരുന്നില്ല. പക്ഷെ യൂണിഫോം ബട്ടൻസ് അത് അവർക്ക് ഇടാൻ പറ്റുന്നില്ല. യൂണിഫോം ഇടുന്നുണ്ട്, ബട്ടൻസ് ഇടാൻ പറ്റുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഞാനൊരു ബട്ടണിങ് ഫ്രെയിം സ്വന്തമായിട്ട് ചെയ്തു. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് റീസെന്റ് ഞാനൊരു ബട്ടണിങ് ഫ്രെയിം ചെയ്തിട്ട് അത് ഞാൻ അവർക്ക് കൊടുത്തു. ഒരു ലാർജ് ബട്ടണിങ് ഫ്രെയിമാണ് ചെയ്തത്.
അങ്ങനെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും, അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. സാറ്റർഡേ പ്രിപ്പയർ ചെയ്തു, സൺഡേ ഫുൾ അവർ ട്രെയിൻ ചെയ്യിച്ചു. മൺഡേ രാവിലെ മോർണിംഗ് നല്ല ഹാപ്പിനെസ് കിട്ടിയ സിറ്റുവേഷൻ ആണ്. അവള് പറഞ്ഞു അമ്മ ഞാൻ പറ്റാ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ആ ഫില്ലേഴ്സ് കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് അവള് പ്രാക്ടീസ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പൊ നമ്മള് അവരായിട്ട് ലേൺ ചെയ്യണം. ഞാൻ ശരിക്കും അവളോട് പറഞ്ഞില്ലായിരുന്നു നീ സ്വയം ചെയ്യണം, ബട്ടൺസ് നീ ഇടണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അവര് പകരം ചെയ്തിട്ട് ആ ഒരു ഫ്രെയിം ചെയ്തിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിന് നേരം ആ ഒരു ഫ്രെയിം വെച്ചുകൊണ്ടാണ് ഇരുന്നിട്ടാണ്. ഇതിന് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു 3 o'clock മുതൽ 6 ഈവനിങ് വരെ, സൺഡേ ഈവനിങ് വരെ അവൾ ആ മെറ്റീരിയൽ തന്നെയായിരുന്നു കുറെ നേരം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ അത് എടുത്ത് വെക്കും, വീണ്ടും എടുത്ത് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഞാൻ കണ്ടു. ഞാൻ ചോക്കി കുഴപ്പമുണ്ടാവില്ലായിരിക്കും, കുറച്ച് സമയം എടുത്തായിരിക്കും അത് ലേൺ ചെയ്യാൻ. പക്ഷെ നെക്സ്റ്റ് ഡേ സൺഡേ രാവിലെ പോകാനായിട്ട് റെഡി ആയി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇരുന്നു അതുണ്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോ അത് കറക്റ്റ് ആയിട്ടത് എന്ത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് അവർക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് വരും. നമ്മള് കുട്ടികളെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തണം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിലെ ഡീവിയേഷൻ സംഭവിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓവർ അറ്റാച്ച്മെന്റിനായിട്ട് മാറും. പിന്നീട് അവർ നമ്മളെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും. മുതിർന്നു കഴിഞ്ഞാലും ഈ കുട്ടികളിൽ ഈ ഒരു ഡിപ്പെൻഡൻസി നേച്ചർ ഉണ്ടാവും. അപ്പോ ചില ഫാമിലിയില് ഹസ്ബൻഡിന് ഒരു എക്സാമ്പിൾ എടുക്കാനുണ്ടാവും. ഇപ്പൊ ഹസ്ബൻഡ് വെള്ളം ഇപ്പൊ സാധാരണ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കുടിക്കാൻ ഈസി ആയിട്ടുള്ള ടാസ്ക് വെള്ളം ഒഴിച്ച് കുടിക്കാന്നുള്ളത്. അത് സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ ടേബിളിൽ ഗ്ലാസ് ഉണ്ടാവും, മഗ് ഉണ്ടാവും. പക്ഷെ ആ ടേബിളിൽ നിന്ന് ആ മഗ് യൂസ് ചെയ്ത് വെള്ളം ഒഴിച്ച് കുടിക്കാൻ പോലും ആ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല. അപ്പോ നമ്മൾ ഡിമാൻഡ് ചെയ്യും. സോ അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് ഇവരെ ഇങ്ങനെ ശീലിപ്പിച്ചതാണ്. ചെറുപ്പം മുതലേ എല്ലാ കാര്യവും പാരന്റ്സ് ചെയ്ത് കൊടുത്ത് എക്സ്പെഷ്യലി മദറാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും പറയുന്നത് അമ്മമാരുടെ എല്ലാ കാര്യം ചെയ്ത് കൊടുത്ത് കുട്ടികളെ വഷളാക്കിയിരിക്കുകയാണ്. ആ ഒരു ജനറേഷനായിരുന്നു. സാധാരണ പെൺകുട്ടികളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കും അല്ലെ. ഈ പെൺകുട്ടിയാ മറ്റൊരു വീട്ടിൽ പോകേണ്ടതാ, ഇതൊക്കെ സ്വയം ചെയ്യണം. നമ്മളെ കുറച്ചും കൂടി സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വളർത്തിയിരിക്കണേ അല്ലേ. എന്നൊക്കെ അങ്ങനെ എന്താ എപ്പോഴും പറയാം നീ മറ്റൊരു വീട്ടിൽ പോകേണ്ടതാണ്, സ്വയം എല്ലാ വർക്കും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പം മുതലേ സ്റ്റോറി വെച്ചിരിക്കാം. പക്ഷെ ആൺകുട്ടികളോട് പറയില്ല, ആൺകുട്ടികളോട് ഇൻഡിപെൻഡന്റ് ആവാനൊന്നും പറയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് എന്റെ മോളോട് പറയും സ്വയം ചെയ്യാനായിട്ട്. വഴക്കിക്കൂട്ടാ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് കൊണ്ടുവന്ന് സിങ്കിൽ കൊണ്ട് തരാനായിട്ട് അവനോട് പറയും. സ്റ്റീൽ തന്നെയാണ് അവൻ പിടിച്ചുകൊണ്ട് കൊണ്ടുതരും. അപ്പൊ അവൻ പറയും അതങ്ങോട്ട് വാങ്ങിച്ചുകൂടാമോ, അവിടെ വരെ പിടിച്ചോണ്ട് വരാനാണോ. അപ്പൊ ആദ്യമൊക്കെ ഞാൻ പറയുമ്പോ ഞാൻ ശ്രദ്ധിക്കില്ല. ഞാൻ പറയും അവൻ വരുമ്പോൾ ഞാൻ എന്താ പറയും നല്ല കുട്ടിയാണ് ഗുഡ് ബോയ് എന്ന് പറയും. ഇങ്ങനെ അങ്ങനെ പറയുമ്പോ അവർക്ക് ഹാപ്പിനെസ്, അവരത് ചിരിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞു ഞാനൊരു 1.5 years മുതൽ ഇങ്ങനെ ട്രേസ് ചെയ്യിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒന്നും തോന്നരുത്. അപ്പൊ അവൻ എന്ത് ഗ്ലാസ് ആയാലും പാല് വെള്ളം കുടിച്ചിട്ട് ടേബിളിൽ ഗ്ലാസ് വെച്ചാലും ചെറിയൊരു ടീപ്പോയിലെ ഗ്ലാസ് വെച്ചാലും ചെറിയ പ്ലേറ്റ് എവിടെ കണ്ടാലും ഞാൻ അവർ നമ്മളെ കിച്ചണിലുണ്ടെങ്കിൽ അവരത് കൊണ്ടുത്തരും. അപ്പോഴും ഞാൻ പറയും ഗുഡ് ബോയിട്ടാ എന്ന് പറയും. അപ്പൊ ഇപ്പൊ ഞാൻ അവിടെ ഇല്ലെങ്കിൽ പോലും പുറത്ത് എന്തെങ്കിലും പാത്രങ്ങൾ എവിടെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് അവൻ കറക്റ്റ് ആയിട്ട് ആ ഒരു സിങ്കിന്റെ സ്ഥലത്തേക്ക് കുതിർന്നു വരും. കുറച്ചും കൂടി കുതിർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ സമയം മുതല് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അങ്ങ് പെൺകുട്ടിയെ മാത്രം ട്രെയിൻ ചെയ്യിക്കാന്ന് വിചാരിക്കുന്നത്. രണ്ടുപേരെയും നമ്മള് ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഒരു പേഴ്സണാലിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. അഡൽട്ട് ഇമോസ് പേഴ്സണാലിറ്റി ഓഫ് ദ ചൈൽഡ് ആൻഡ് ഓവർ പവർഡ് ഹിം. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവന്റെ പാരന്റിനോട് നമ്മൾ സംസാരിക്കുന്ന അതേ ഫീൽ കിട്ടും. ഓക്കെ, അതേ ഫീൽ നമുക്ക് തോന്നും. എനിക്കൊരു കുട്ടീനെ പരിചയമുണ്ട്. നല്ല ആ കുട്ടികളോട് സംസാരിച്ച അവൻ ആ ഒരു എന്താ പറയാ മുതിർന്നവർ സംസാരിക്കുന്ന പോലെ ആയിരിക്കും സംസാരിക്കുന്നത്. അവന്റെ പാരന്റിനോട് എന്താണോ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന കാര്യമുണ്ട് അത് അവൻ പറയും. എന്നുവെച്ചാൽ ആ ഒരു അഡൽട്ടിന്റെ ഫുൾ പേഴ്സണാലിറ്റി കുട്ടികളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. The child need a loving and stimulating environment without which his personality will be delayed. എല്ലാ കുട്ടിയുടെയും അവകാശമാണ് നല്ല ലവിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. അവരുടെ പേഴ്സണാലിറ്റി ഒന്നും ഡീവിയേറ്റ് ചെയ്യാത്ത രീതിയിൽ അവർ നല്ല ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്
ഒരുപാട് കാര്യങ്ങളുള്ള ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ഇത് മോണ്ടിസോറി എൻവയോൺമെന്റ് പറയുന്നത്. ഒരു ചെറിയ മെറ്റീരിയൽ ആയിരിക്കും. ആ ഒരു മെറ്റീരിയലിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. മോണ്ടിസോറി felt that deviation were not in the true of the child. ഡീവിയേഷൻസ് എന്ന് പറയുന്നത് മോണ്ടിസോറി പറയുന്നത് ഡീവിയേഷൻ ഒരിക്കലും ഒരു കുട്ടിയുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ അല്ല, ട്രൂ നേച്ചർ അല്ല, നോട്ട് ട്രൂ ഇൻ ദ ട്രൂ ഓഫ് ദ ചൈൽഡ്. ആ കുട്ടിയുടെ ട്രൂ ആയിട്ടുള്ള നേച്ചർ അല്ല എന്ത് ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കുമല്ലോ ഡീവിയേഷൻ. ഇനി പോർഷൻസ് പറയുമ്പോൾ നമ്മൾ പറയുന്ന എക്സാമ്പിൾസിലൂടെ നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. റീഡ് ചെയ്ത് റീഡ് ചെയ്തോ? ക്ലിയർ ആണോ? മനസ്സിലായോ? യെസ് മാം, ക്ലിയർ ആയി. റസ്മിന ഒരു മനസ്സിലായോടാ? ഓക്കെ മാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ. ഡീവിയേറ്റഡ് ചിൽഡ്രൻസിന്റെ ക്ലാസ്സസ് ആണ്. നമുക്ക് മെന്റൽ ഡീവിയേഷൻ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമോ? മാനസികമായിട്ട് ഡിപ്രഷൻ ആണ് എന്ന് ആ ഒരു വ്യക്തി നമ്മളോട് തുറന്ന് പറയുന്നത് വരെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഇപ്പോ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഡിപ്രഷൻ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നത് ഫാമിലിയിലെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നുവെച്ചാല് ഞാനത് തുറന്ന് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനിവിടെ കടന്നു പോകുന്ന സാഹചര്യം വളരെ നമുക്ക് ഫീൽ ചെയ്തു, വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ്. മെന്റലി മൈൻഡ്, എന്റെ മനസ്സിന്റെ കയ്യിൽ വിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാല് ഞാനത് ഓവർകം ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി, എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്. കാരണം ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് പോലും ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഹസ്ബൻഡിനോട് തുറന്നു പറഞ്ഞു, ശരിക്കും എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് സെക്കൻഡ് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് വന്ന ആ ഒരു സ്റ്റേജ് ആണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയും. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞു, കാരണം സെക്കൻഡ് ഡെലിവറിയുടെ പ്രിപ്പറേഷൻ ആ ഒരു ടൈമാണ് 5 months മുതൽ എനിക്ക് ഒരു 1 year വരെ ആ ഒരു ഡിപ്രഷനിലൂടെ തന്നെയാണ് ഞാൻ പോയത്. എന്റെ ആ ഒരു സമയത്ത് മൈൻഡ് ഫുള്ളും ഡിപ്രഷൻ സ്റ്റേജ് ആണ്. ആ സമയത്ത് ഞാൻ ഡെലിവറിയുടെ സമയത്തൊന്നും ഹസ്ബൻഡിനോട് പറഞ്ഞ ഡെലിവറി കഴിഞ്ഞ്
ഒരു 1-2 months കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹസ്ബൻഡിനോട് പറയായിരുന്നു ഒട്ടും എന്താണ് പറഞ്ഞു തരാൻ പറ്റുന്നില്ല, അത്രയും ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലൂടെയാണ് കടക്കുന്നത്. എന്റെ അവസ്ഥ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അത്രയും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളുടെ ഡിവിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടെന്നുള്ളത്. നമ്മൾ നേരിട്ട് കാണുന്ന ഒരു വ്യക്തി ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അറിയില്ല. നമ്മുടെ മനസ്സ് ഡിവിയേറ്റഡ് ആണ്, നമ്മള് ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ആ എക്സ്ട്രീം പീക്കിലെത്താതെ നമുക്ക് ചെയ്യാമല്ല, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പെട്ടെന്ന് ഫിസിക്കൽ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വരുന്ന ഡീവിയേഷൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരാൾ നല്ല ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരാള് പെട്ടെന്ന് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഫുൾ ടൈമും റെസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഫിസിക്കൽ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മള് മെന്റൽ ഡീവിയേഷൻ നമുക്ക് അങ്ങനെ ഫിസിക്കൽ സ്ട്രക്ചർ നോക്കിയിട്ടോ ലുക്ക് നോക്കിയിട്ടോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോ നമ്മള് അത്തരത്തിലൊക്കെ ഒരുപാട് ന്യൂസുകൾ കാണാറുണ്ട്. ചെറിയ കുട്ടികൾക്ക് മെന്റൽ ഡീവിയേഷൻ ആ ഒരു എക്സ്ട്രീം പീക്കിൽ എത്തുമ്പോഴായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അങ്ങനെ പെരുമാറുന്നത്. ശരിക്കും പറഞ്ഞത് അവർ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ അല്ല, അവര് കടന്നു പോകുന്ന ഈ മെന്റൽ നമ്മുടെ ഡീവിയേഷൻസ് അവരെ അങ്ങനെ പ്രിപ്പയർ ആക്കാണ്. നമ്മൾ ഒരു വ്യക്തി ഡീവിയേഷനിലൂടെ കണ്ടു പോകുന്നതിന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ഞാൻ തുറന്ന് പറയുക ചെയ്ത ഹസ്ബൻഡിനോട് എനിക്ക് ഈ ഒരു ടൈമില് വളരെ സപ്പോർട്ട് വേണ്ട ഒരു ടൈമാണ്, ഈ സമയത്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. കാരണം ഞാൻ പറയാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം. എന്റെ മോനും തമ്മിൽ അധികം ഗ്യാപ്പില്ല. ഞാൻ മോൾക്ക് 2 വയസ്സുള്ളപ്പോഴാണ് മോന്റെ ഡെലിവറി. അവർ തമ്മിൽ 2 yearsന്റെ വ്യത്യാസമാണ് ഉള്ളത്. സോ ഈ കുട്ടിയായിട്ടുമ്പോൾ ഞാൻ എന്റെ വീട്ടിലായിരുന്നു, കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. ഒരു 28 ഒക്കെ ആയപ്പോഴും ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നു. കാരണം മോള് നോക്കാനായിട്ട് വേറെ ആരുമില്ല. സോ ഞാൻ പറഞ്ഞായിട്ട് വന്നു. ഓക്കെ, എനിക്കും കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോ മോളെ മാറി നിൽക്കുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. ഇത്രയും ദിവസം മാറി നിന്ന് അപ്പോ 2 പേര് കുഞ്ഞ് കരയും, ഭാവ കരയുന്നു, അതേപോലെ തന്നെ മോള് കരയും. ആ സിറ്റുവേഷനിൽ എനിക്ക് അറിയില്ല ആരെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഒരുപാട് സ്ട്രഗിള് ആ സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ കൂടുതൽ പ്രയോറിറ്റി മോൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ മോനിരുന്ന് കരയും, എനിക്ക് 2 പേര് കരയുമ്പോ എനിക്കും കരച്ചില്ല, ഞാനിരുന്ന് കരയും. നമ്മള് നിങ്ങളോട് ഞാൻ പറയുമ്പോ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ശരിക്കും ആ ഒരു മോമെന്റ് അത്ര വിഷമിച്ചു പോയിട്ടുണ്ട്. ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. ഞാൻ 3 പേര് കരയുന്നു. ലാസ്റ്റ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ശരിക്കും എന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ പോകും, എനിക്ക് അത്രയും പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത്, എനിക്ക് എന്തൊക്കെയൊക്കെ മൈൻഡിലേക്ക് വരുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യും, കുറച്ച് നാളത്തേക്ക് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഹസ്ബൻഡ് ചോദിച്ചു ഞാൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു കുറച്ച് കൂടുതൽ ടൈം, ഇപ്പൊ ആളാണെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് ടൈമൊക്കെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയി സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചു നേരം റെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഫ്രണ്ട്സിനോടൊപ്പം പോയി സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇവിടെ വീട്ടില് കുട്ടികളോടൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാം. അപ്പൊ എനിക്കൊരു റിലാക്സേഷൻ ആണ്, എന്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാല് എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മള് എന്താ പറയാ, ഒരു ഡിപ്രഷൻ ആ ഒരു സ്റ്റേജസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ മോശമായിരിക്കുള്ളൂ. അപ്പൊ മര്യാദക്കൊന്ന് നമുക്കൊന്ന് ഞാൻ പറയാം, 2 കുട്ടികളായിട്ടുണ്ട്, എനിക്കൊന്നും മര്യാദക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, ഒന്ന് ബോഡി വാഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയാ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഹസ്ബൻഡിന്റെ അമ്മയാണെങ്കിൽ ഹസ്ബൻഡിന്റെ അമ്മയുടെ അമ്മയൊക്കെ മരിച്ചിട്ട് അമ്മയാണെങ്കിൽ അമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ 2 കുട്ടികള് ചെറുത്, കുട്ടികൾക്ക് 2 വയസ്സ്, ഒരാള് ജനിച്ചിട്ട് ഒരു 30 days ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹസ്ബൻഡിന്റെ അനിയൻ, അച്ഛൻ, ഇവര് 3 പേരേ ഉള്ളൂ. അപ്പൊ എനിക്ക് ചെറുതിനെ അച്ഛനെ കൊടുത്തിട്ടായിരിക്കും വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും അവൻ കരയും, വീണ്ടും വന്ന് ഞാൻ അവന് ഭക്ഷണം ഫീഡൊക്കെ ചെയ്തിട്ട് വീണ്ടും പോയി വർക്ക് ചെയ്യണം. നല്ല ഒരു ടാസ്ക് ആയിരുന്നു ആ ടൈമില്. എനിക്കാണെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടൈമേ കിട്ടിയിട്ടില്ല. അപ്പോ സാധാരണ നമ്മൾ പറയില്ലേ സിസേറിയനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ റെസ്റ്റ് വേണമെന്ന്. എനിക്കാണെങ്കിൽ റെസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാനില്ല, കാരണം അത്രയും ലോഡ് വർക്കാണ്. വീട്ടിൽ കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം, അതെല്ലാം കാര്യം. അപ്പൊ ഫാമിലിക്ക് ഏകദേശം മനസ്സിലായി, അച്ഛനും അനിയനും ഹസ്ബൻഡിനൊക്കെ മനസ്സിലായി എന്നെ കൊണ്ട് പറ്റുന്നില്ല, നമുക്ക് പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ, നമുക്കൊന്നും ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ സമയത്ത് ഹസ്ബൻഡ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞതിന് ശേഷം അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവര് ഹെൽപ്പ് ഒക്കെ ചെയ്യും. ഇപ്പൊ ഞാൻ
ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിരിച്ചിടുന്നത് ഹസ്ബൻഡ് ആയിരിക്കും. അതേപോലെ പണ്ട് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ആദ്യം അമ്മ ഉള്ളപ്പോ. അപ്പൊ അവരത് മാറ്റിയിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ ഫുൾ ഡ്രസ് നമുക്ക് സ്വയം അത് അലക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ ബെഡ്ഷീറ്റുകളൊക്കെ ഞാൻ ഈ വാഷിംഗ് മെഷീനിൽ ഇടാൻ തുടങ്ങി. ഒരു റെസ്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലായാലും ഫുഡ് നമ്മള് പ്ലേറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ അവര് ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ബാക്കി എല്ലാം ഞാൻ തന്നെ ചെയ്യാന്ന് വെച്ചാല് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. പിന്നെ ആ സമയത്ത് എനിക്ക് കുട്ടീനോട് സംസാരിക്കാൻ പറ്റുന്നാലും മൂത്താളാണെങ്കിൽ കരച്ചിലായിരിക്കും, ഇളയാളും അതേപോലെ ചെയ്യും. അപ്പോ ഞാനിത് എന്റെ അനിയത്തിനോട് പറഞ്ഞപ്പോ എനിക്ക് സ്വന്തമായിട്ടുള്ള അനിയത്തിയുണ്ട്. അപ്പോ അനിയത്തി കുറച്ച് ടൈം ആ സമയത്ത് വന്നത് കൂടെ നിന്നു. കോവിഡിന്റെ ഒക്കെ സമയമായതുകൊണ്ട് അവർക്ക് കോളേജ് ഇതായിരുന്നു, ബന്ധായിരുന്നു, അവധിയായിരുന്നു. ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ലോക്ക്ഡൌൺ കഴിഞ്ഞാലും കുറച്ച് ടൈം ഒരു 3 months ക്ലാസ് എന്ന് പറയുന്നത് അല്ലായിരുന്നല്ലോ. അപ്പൊ അവളും അങ്ങനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടി. പക്ഷെ ഒരു റെസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് വർക്കൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെയും എനിക്ക് ഇതേ പ്രശ്നങ്ങളായ സമയത്താണ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, മൈൻഡ് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡീവിയേറ്റ് ആവുന്നുണ്ട്, കൃഷിയൊക്കെ ഞാൻ പോവാണെന്ന് തോന്നുന്നു. എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു എന്താണ് നിനക്ക് ഇഷ്ടമുള്ള കാര്യം, അത് നീ ചെയ്യുക, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ബാക്കി എല്ലാ കാര്യം നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുണ്ട്, ഞാൻ അങ്ങനെ നോക്കട്ടെ, പക്ഷെ മോനെ ഇവിടെ ആക്കിയിട്ട് എങ്ങനെ ഞാൻ പോകും എന്ന് ചോദിച്ചു. യെസ് നോക്ക്, നമുക്ക് കിട്ടുമെന്ന് നോക്ക് എന്നാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ച സമയത്താണ് എനിക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ജോബ് ശരിയാവുന്നത്. ഒരു ഡെമോ ക്ലാസ് കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞു, പ്ലേസ്ഡ് ആയി. ആ സമയത്ത് മോന് 1.5 years മാത്രമാണ് പ്രായം. സോ ഞാൻ ജോയിൻ ചെയ്തു. അവനും ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യാൻ ലേൺ ചെയ്തു, കുറെ കാര്യങ്ങൾ ഇവിടെ പഠിക്കും. ആ സമയത്തൊക്കെ ആദ്യം എനിക്ക് ടെൻഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ മോനെ എന്റെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് വരുന്നത്. സോ നമ്മൾ സ്വന്തം അമ്മയുടെ അടുത്ത് ആക്കുമ്പോൾ ഒരു നമുക്ക് സമാധാനമാണ് അല്ലെ. ഞാൻ പാരന്റ്സിനും അവരെ സേഫ് ആയിട്ടാണ് ആക്കിയിട്ട് വരുന്നത്. അങ്ങനെ കോൺഫിഡൻസോട് കൂടി ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ 3 years ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ ആളെ KG സെഷനിലേക്ക് ചേർക്കണം. ഞാൻ ആലോചിക്കുകയാണ്. അവൻ ഞാൻ എപ്പോഴും ഹസ്ബൻഡോട് പറയുന്നത് മോണ്ടിസോറി സ്കൂളിൽ ചേർത്താൽ മതി കേട്ടോ, നല്ല മെത്തേഡാണ്. അവരെ പഠിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, അവരെ പ്രാക്ടിക്കൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ അടുത്ത് മന്നത്ത് ഇസ്ലാമിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളാണ് മോണ്ടിസോറി സ്കൂൾ ഉള്ളത്. പക്ഷെ കമ്പാരിറ്റീവ് ബാക്കിയുള്ള സ്കൂളുകളെ അപേക്ഷിച്ച് കുറച്ച് ഫീസ് ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഇത്രയും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ച് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിക്ക് ആ ഒരു ഒത്തിരി എന്താണ് പൈസ കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല. മോള് നോർമൽ സ്കൂളുകളിലാണ് പോകുന്നത്, പക്ഷെ മോനെ നമുക്ക് മോണ്ടിസോറി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഒരു മെത്തേഡ് ഞങ്ങൾ എസ്പെഷ്യലി ഇതിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോ മെന്റൽ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞപ്പോ ഇതേ എക്സ്പീരിയൻസിലൂടെ കണ്ടുപോയി ഒരുപാട് പേരുണ്ടാവും അല്ലെ, ചിലപ്പോൾ നമുക്ക് പരിചയമുള്ളവരുണ്ടാവും. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കത് ഓവർകം ചെയ്തു വരാൻ പറ്റും മെന്റൽ ഡീവിയേഷന്റെ സമയത്ത്. അല്ലാതെ നമ്മൾ ആ സമൂഹത്തിന് മാറ്റി നിർത്തല്ല വേണ്ടത്. പെട്ടെന്ന് ആ ഒരു സമയത്തായിരിക്കും നമ്മൾ ഭയങ്കര ദേഷ്യക്കാരും അല്ലെങ്കിൽ അഹങ്കാരിയൊക്കെ ആയിട്ട് മാറുന്നത്. ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ ഇതെല്ലാം എന്റെ റിയൽ ക്യാരക്ടറിന് അറിയാവുന്ന ഒരാളുണ്ട്, അപ്പൊ സപ്പോർട്ടിനുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ നിങ്ങളോടൊപ്പം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇട വന്നത്. അപ്പോ ഡീവിയേഷൻസിന്റെ പ്രശ്നം ഒക്കെ നമ്മളിൽ വരുന്നതാണ്, സിറ്റുവേഷൻ ആണ്. അപ്പൊ ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ മെന്റൽ ഡീവിയേഷൻ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിന്റെ എക്സ്ട്രീം പീക്കിൽ എത്തുമ്പോൾ മാത്രമായിരിക്കും നമുക്കത് മനസ്സിലാക്കുന്നത്. Mental deviation are difficult to identify at a peak when compared to physical deviation, like some typical looks in physical structure. Physical structure വരുന്ന മാറ്റം കാരണം അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Deviation from the mind normally doesn't express itself clearly. Deviation from the mind എന്ന് പറയുന്നത് പെട്ടെന്ന് നോർമലി ഇല്ല, മറ്റുള്ളവരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇനി എനിക്ക് കാര്യം പറയാം. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എനിക്ക് ടെംപ്ലർ യൂണിയൻ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്തു. എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ഞാൻ അന്ന് കടന്നു പോയത്. ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടാണ്. അപ്പൊ എന്റെ ഫ്രണ്ട് എന്നോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അവള്
അവള് എന്താ പറയാ, അവൾക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയായിരുന്നു അവൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അറിഞ്ഞു. ചോദിച്ചെന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവളത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. കുഴപ്പമില്ല, മാറിയില്ല പറഞ്ഞത്. അവൾക്ക് സ്ട്രോക്ക് ആണ് വന്നത്. സ്ട്രോക്ക് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞു 90 ഡേയ്സ് കഴിയുമ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകുമല്ലോ, ആ സമയത്താണ് അവൾക്ക് സ്ട്രോക്ക് വന്നത്. പക്ഷെ അതെന്താ ആ സമയത്ത് പറഞ്ഞത്, നമ്മൾ വിചാരിക്കും ഡെലിവറിയുടെ വലിയ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മെഡിസിൻസിന്റെ അങ്ങനെയായിരിക്കും വിചാരിച്ചു. അവൾ പറഞ്ഞു അതല്ലായിരുന്നു കാര്യം, അവർക്ക് ഡിപ്രഷൻ ആയിരുന്നു എന്ന്. കാരണം ഹസ്ബൻഡ് വീട്ടിൽ ഹസ്ബൻഡ് അച്ഛനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ അമ്മയും അച്ഛനും അമ്മാമ്മയും എല്ലാവരും കെയർ ഉണ്ട്. പെട്ടെന്ന് കൊച്ചിനെ കൊണ്ട് അവിടേക്ക് പോകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ എന്നൊക്കെ ആലോചിച്ച് അവർക്ക് കുറച്ച് ദിവസമായിട്ട് അവരുടെ മൈൻഡ് അപ്സെറ്റ് ആയിരുന്നു. പക്ഷെ അവർക്ക് പെട്ടെന്ന് സ്ട്രോങ് വന്നത് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഷ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വായ ഇങ്ങനെ ഈ സൈഡിലേക്ക് പോകുന്നു, ചില ലെഫ്റ്റ് സൈഡിലേക്ക് വായ ഇങ്ങനെ പോകുന്നു. കൈ പെട്ടെന്ന് റൈറ്റ് സൈഡിലെ കൈ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഷിവർ ചെയ്ത് പിടിക്കാൻ പറ്റാത്ത പോലെ ആവുന്നു. അങ്ങനെ അവളോട് വീഴുന്നാണ് പറഞ്ഞത്. അപ്പൊ അവൾക്ക് വന്നത് പെട്ടെന്ന് ആ ഒരു ഫിസിക്കൽ ഡീവിയേഷൻ ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറിനോട് സംസാരിച്ചു. ഇത് കുറച്ച് എന്താ പറയാ സൈക്കോളജിക്കൽ സെഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളത് ഓവർകം ചെയ്തു വന്നു എന്നാ പറയുന്നത്. അത് നമ്മളെന്താ പറയാ ഓവർകം ചെയ്ത് വന്നു. അവള് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സമയങ്ങളിൽ മോനെ എടുക്കാനോ മോനോട് എന്തോ ദേഷ്യമുള്ള പോലെയൊക്കെ ആയിരുന്നു ആള് പെരുമാറിയിരുന്നത്. അവള് പറഞ്ഞു എനിക്ക് മോനെ എടുക്കാൻ പറ്റുന്നില്ല, ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ചോദിച്ചാൽ അങ്ങനെ. അപ്പൊ അവൾ പറഞ്ഞു എനിക്ക് ആ സമയത്ത് അങ്ങനെയായിരുന്നു, എടുക്കാൻ പറ്റില്ല, നമുക്ക് അറിയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു. അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് ഡിപ്രഷനും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ എനിക്ക് ഞാൻ കടന്നു വന്ന ഡിപ്രഷൻ അല്ലായിരുന്നു എന്റെ ഫ്രണ്ട്, അവള് കടന്നു വന്ന ഡിപ്രഷൻ. അവൾക്ക് ഫിസിക്കലിയും അവളത് അഫക്ട് ചെയ്തു. ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അവളത് ഫിസിക്കലിയും എന്ത് ചെയ്തു, അഫക്ട് ചെയ്യാണ് ചെയ്തത്. സോ അവള് ഫിസിക്കലി അഫക്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി അവൾ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹസ്ബൻഡ് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ആള് കൂടുതലായിട്ട് അവളെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, അത് ബാക്കിയാണ് നമ്മളുടെ പാരന്റ്സ് ഉള്ളത് നമുക്കൊരു സപ്പോർട്ട്. നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ ആയിരിക്കില്ല ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ. അപ്പൊ പാരന്റ്സിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം പാരന്റ്സിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാല് അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ പോരാണ് ചെയ്തത്. കാരണം എന്റെ അമ്മയ്ക്ക് ആ സമയത്ത് അമ്മ വർക്കിംഗ് ആയിരുന്നു. മോൻ ജനിക്കുന്ന സമയത്ത് വർക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു വയസ്സായതിനു ശേഷം നമ്മ വർക്കിൽ പോവാതെ ആയത്. അപ്പോഴാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഇപ്പോഴും തേടാം അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് സമാധാനമായിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ആണ് അവരുടെ സേഫ് ആണല്ലോ എന്നുള്ള ഫീൽ ചെയ്ത്. ഇപ്പൊ ഞാൻ എന്റെ അമ്മയെ മാത്രമല്ല പറയുന്നത്, ഹസ്ബൻഡിന്റെ അച്ഛനും ഇതേപോലെ തന്നെ നന്നായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. നല്ല കെയറോട് കൂടി നമ്മൾ സ്നേഹത്തോട് നോക്കുന്നത്. അവർക്ക് തമ്മിൽ നല്ല ബോർഡാണ്. ഇപ്പൊ എന്നെക്കാളും അവർ തമ്മിലാണ് ബോർഡ്. വെച്ചാൽ അച്ഛനും അവരും ഇളയ മോനാണ്, ഭയങ്കര ബോർഡാണ്. അത്രയും കെയർ ആണ് രണ്ടുപേരും തമ്മിൽ. അപ്പൊ നമുക്ക് ഈ ഡീവിയേഷൻ ശരിക്കും പറഞ്ഞാല് നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. മെന്റൽ ഡീവിയേഷൻ മൈൻഡ് ഡീവിയേറ്റഡ് ആണെങ്കിൽ നമ്മളിപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അവള് പുറത്തായിരുന്നു, പാരന്റ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഒറ്റക്ക്, അതായത് ഹസ്ബൻഡ് ജോലിക്ക് പോവും. അപ്പൊ അവിടുന്ന് പ്രഗ്നന്റ് അവിടുന്ന് തന്നെ പ്രസവിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരാഴ്ച എങ്ങാണ്ട് ഹസ്ബൻഡ് ലീവ് എടുത്തു. പിന്നെ വീണ്ടും റീജോയിൻ ചെയ്തു. അപ്പൊ പിന്നെ അവൾ ഒറ്റക്ക്, അവൾക്ക് ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നു. ഭയങ്കര കരച്ചില് പോലെ കുഞ്ഞ് ചില കുട്ടികൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉറങ്ങാണ്ട് കരയുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അടുത്ത റൂമിലുള്ള ഒരു നെയ്ബർ എന്ന് പറയാം, ഒരു പെണ്ണ്, അത്ര ഒരു അറ്റാച്ച്ഡ് ഒന്നും അല്ല പോലും. എന്നിട്ട് അവര് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, മോനെ ഒരു മിനിറ്റ്. അപ്പൊ അവര് പറഞ്ഞു മോൾ ഉറങ്ങിക്കോന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വാങ്ങിച്ചു. എന്നിട്ട് ഒരു ദിവസം മൊത്തം അവൾ ഉറങ്ങാൻ അനുവദിച്ചു. അപ്പൊ അവള് പറഞ്ഞു ആ ഒരു ദിവസം ഞാൻ എന്റെ ലൈഫിൽ മറന്നു പോകില്ല എന്ന് പറഞ്ഞു അവള്. അത്രയും ഭയങ്കരമായിട്ട് റിലാക്സ് കിട്ടിയ ഒരു സമയമായിരുന്നു അത്. അത് ചെയ്യാൻ തോന്നിയ ഒരു മനസ്സുണ്ടല്ലോ, അത് ഭയങ്കരല്ലേ. ഒരു ദിവസം മൊത്തം ഒരാളെ ഉറങ്ങാൻ അനുവദിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ലൊരു കാര്യല്ലേ ചെയ്തത്. ആളായിരിക്കും. എന്നുവെച്ചാൽ ആ ഒരു സ്റ്റേജസിലൂടെ നമുക്ക് ഓരോ ഇതായിരിക്കും.
അതെ, പെട്ടെന്ന് അത് മനസ്സിലാക്കിയപ്പോ അവക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് എന്നാ സംഭവിക്കുന്നതെന്ന് അവക്ക് തന്നെ മനസ്സിലാക്കി. കുഞ്ഞ് വേണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി പോലും ആ ഒരു നിമിഷം. അപ്പോ ആ ഒരു ദിവസം വരെ ഈ ഒരു ദിവസമേ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷെ അത് മതിയായിരുന്നു എനിക്ക് പിന്നെ അവിടുന്ന് പെട്ടെന്ന് അവള് റിക്കവർ ആയി, ഒരു പ്രശ്നവും ഇല്ല. മോന് പിന്നെ അവൾക്ക് എന്താന്നറിയില്ല, എന്നാ സംഭവിച്ചെന്നറിയില്ല. ആ ഒരു ദിവസം ഭയങ്കര ഒരു റിലീഫ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം മൊത്തം ഉറങ്ങി. അവൾ നോക്കിയിട്ടേ ഇല്ല. പാല് കൊടുക്കാൻ മാത്രം അവളെടുത്ത് കൊണ്ടുകൊടുക്കും, എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകും. പിന്നെ പാല് കൊടുക്കാൻ മാത്രം കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ മാത്രം ചെയ്തിട്ട് ആ ഒരു ചേച്ചിനെ കുറിച്ച് ഇപ്പോൾ അവള് പറയും. കുട്ടിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ആ ചേച്ചിനെ കുറിച്ച് പറയും. അത് ലൈക്ക് നമ്മളെ സംബന്ധിച്ച് അറിയാം, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു അമ്മ എന്ന് പറയുന്നത് ഡിഫറെന്റ് സ്റ്റേജസിലൂടെ കടന്നു പോകും. അപ്പൊ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ പരിചയത്തിൽ അങ്ങനെ നമ്മുടെ അനിയത്തിമാരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ കടന്നു പോകുന്ന സാഹചര്യം വളരെ ഡിപ്രഷനിലേക്ക് സ്റ്റേജസിലൂടെ ആയിരിക്കും. പക്ഷെ അവർക്ക് തന്നെ അത് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. സോ അവർക്ക് കുറച്ചു നേരം ഒരു ടൈം ഫ്രീ ടൈം നമ്മൾ ആ കുട്ടികൾ എടുക്കുമ്പോൾ അവർക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ നമ്മളത് മനസ്സിലാക്കി പെരുമാറാൻ വേണ്ടി. ഓക്കെ, ഞാൻ ഡീവിയേഷനിലേക്ക് ഡീവിയേഷനിലേക്ക് വന്നിട്ടില്ല, എന്നാലും പറയാം. കുട്ടികളെ സംബന്ധിച്ച് ഡീവിയേഷൻസിന് നമ്മൾ 3 ക്ലാസ്സസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോട്ടി ചിൽഡ്രൻ, വീക്ക് ചിൽഡ്രൻ, ബ്രൈറ്റ് ചിൽഡ്രൻ. എന്നിട്ട് ഞാൻ ഈ 3 ക്ലാസ്സസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതില് നമ്മുടെ ചെറുപ്പത്തില് ഈ ക്ലാസ്സസിൽ ഏതായിരുന്നു എന്നൊന്ന് പറയണം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഞാൻ ഇന്ന ക്ലാസ് ചിൽഡ്രൻ ആയിരുന്നു, അല്ലെങ്കിൽ ഞാനും പറയാം, ഞാൻ തുറന്നല്ല പറയാം, ഞാൻ ഇന്ന ക്ലാസ് ചിൽഡ്രൻ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ നോട്ടി ചൈൽഡ് ആയിരുന്നോ, നമ്മൾ നോട്ടി ചൈൽഡ് ആണോ, വീക്ക് ചൈൽഡ് ആയിരുന്നോ, ബ്രൈറ്റ് ചൈൽഡ് ആയിരുന്നോ? നമുക്ക് ചെറുപ്പത്തിൽ ഡീവിയേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ലേ? എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിൽ ഡീവിയേഷൻസ് സംഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോ നമ്മളത് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻ, ക്ലാസസ് ഓഫ് ഡീവിയേഷൻ നമുക്ക് നെക്സ്റ്റ് പോർഷൻസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ എല്ലാവർക്കും ഡീവിയേഷനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട വന്നത് കേട്ടോ. നമുക്ക് ടോപ്പിക്കിലേക്ക് എത്താനായിട്ട് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്നു. അപ്പോ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ എന്താണ് എന്റെ ക്ലാസ്സിലേക്ക് സപ്പോർട്ട് ചെയ്തതിന്, റെസ്പോണ്ട് ചെയ്തതിന് താങ്ക് യു. നിങ്ങൾ റെസ്പോൺസ് ചെയ്യണം, സംശയങ്ങൾ ചോദിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കമ്പാർട്ട് ബാക്കി എല്ലാ ടോപ്പിക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്തിട്ട് പോകട്ടോ. ഓക്കെ മിസ്, താങ്ക് യു മിസ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.